ഹലോ, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഓറിയോയുടെ ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളായ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാമേ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് ഓറിയോ ആണ്. അപ്പോൾ ഓറിയോ ഞാനിവിടെ ഒരു 12 ഓറിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടിയത് 1/4 കപ്പ് പാലാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടിയത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂണ് ബട്ടറാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. പിന്നെ മേലെ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒരു ബൗളിൽ നമുക്കിതാ ഓറിയോസ് ഇങ്ങനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് പൗഡറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1/4 കപ്പ് പാല്, അപ്പോൾ പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് പേസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓറിയോയുടെ ആ ക്രീം തന്നെ മതി, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ. ഓക്കെ, എന്നിട്ട് നന്നായി ഒന്ന് റാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1 കപ്പ്, ഇത് ഒരു പാക്കറ്റ് ഞാൻ ഒരു സാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വിസ്ക് എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിസ്ക് എടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്ലഫി ആക്കിയാൽ മാത്രം മതിയേ. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റർ എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. വിപ്പിംഗ് പൗഡർ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അത്ര വലിയ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് 10 മിനിറ്റ് നമുക്ക് ഓരോ ലെയർ ആകുമ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞു. ഇനി ഇതും കൂടി നമുക്ക് നന്നായി ഒന്ന് റാപ്പ് ചെയ്തിട്ട് വീണ്ടും 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 3ാമത്തെ ലെയർ ഉണ്ടാക്കാം. അപ്പോൾ 3ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഇവിടെ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും പാലുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സ് ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഗാലക്സിയൊക്കെ മതി. അപ്പോൾ അതിൻ്റെ ഒരു 1/2 കപ്പ് ആക്കിയിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാലും അതേപോലെ 1 ടേബിൾ സ്പൂണ് ബട്ടറും, റൂം ടെമ്പറേച്ചറിലിട്ട ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ വേഗം ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ 3rd ലെയർ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിത് ഒഴിക്കേണ്ടത്. ചൂടോടെ ഒഴിക്കരുത്, ചൂടാറിയതിന് ശേഷം വേണം 3rd ലെയർ നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും 10 മിനിറ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഹേർഷീസിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചിട്ട് വേറൊരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല, ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് തന്നെ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഉണ്ടാക്കാൻ നോക്കാൻ മറക്കരുത്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാം. ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഓറിയോ മേടിക്കുക, വേഗം ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ട് സെർവ് ചെയ്യാം. നമുക്കൊന്ന് ഇതിപ്പോൾ ഇതേപോലെ ബൗളിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല, ഗ്ലാസ്സിലായാലും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ.